വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ തടാനുള്ള ബാഗൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ മുളകുണ്ട്, തക്കാളി ഉണ്ട്, വഴുതന ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ വെണ്ട ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നടാൻ പോകുന്നത്. നമ്മൾ എല്ലാ കരിയിലും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അടിച്ചു വാരുമ്പോഴൊക്കെ ഉണ്ടവിടെ കരിയിലകളൊക്കെ ആണുള്ളത്. പിന്നെ പഴങ്ങളെ തൊലിയും പച്ചക്കറികളെ തൊലിയൊക്കെയാണുള്ളത്. പിന്നെ നമ്മൾ ആ ചാക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചാക്കുകൾ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് എന്തായാലും ചെയ്യണേ, പിന്നെ കമൻറ്റും ചെയ്യണം. ഉമ്മയാണ് നറുക്കണേ, ഞാൻ സ്കൂളിൽ പോവാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ പച്ചക്കറി ബാഗ് നിൽക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അതാ പല സൈസ് കരിയിലുണ്ട്, കണ്ടോ. ഏത് കരിയിലായാലും മതി. അപ്പോൾ നിങ്ങൾ റബ്ബറിൻ്റെതോ വട്ടൻ്റെതോ ഇതെല്ലാം ഉണ്ട്. റംബൂട്ടാൻ്റെ ഉണ്ട്, പിന്നെ പേപ്പർ കഷ്ണമുണ്ട്, പിന്നെ പച്ചക്കറി വേസ്റ്റ് ഉണ്ട്. ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ നട്ട തക്കാളിൻ്റെ വീഡിയോ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ചാനലിലുണ്ട് കേട്ടോ, ഒന്ന് കയറി കണ്ടു നോക്കിയേ. വെറുതെ പറയല്ല, നല്ല ഇതുപോലെ ഞാൻ നട്ടത്. അപ്പോഴാണ് നമുക്കൊന്ന് ഒരു ബാഗ്, ഇത് ഇപ്പോൾ സിമെൻറ്റും ചാക്കാട്ടോ, ബാഗൊന്നല്ല, വാങ്ങിയ ബാഗൊന്നല്ല. അപ്പോൾ അതോ സിമെൻറ്റും ചാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം വളം വാങ്ങേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്ക് പച്ചക്കറിയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഉഷാറായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതാ ഞാൻ ലേശം മണൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേരോട്ടൊക്കെ കിട്ടാൻ നമുക്ക് ചകിരിച്ചോറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ കുറച്ച് മണൽ, പിന്നെ അതിലേക്ക് ലേശം മണ്ണ്, സാധാ മണ്ണ്, നമ്മളെ പറമ്പിൽ നിന്ന് വാരിയ മണ്ണാണ്. കുറച്ച് മണ്ണും ഇടുന്നുണ്ട്, വേണ്ട മണ്ണും പിന്നെന്താ ചകിരിച്ചോറിന് ബദലായിട്ട് മണലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് അടിവളം കൊടുക്കാൻ വേണ്ടിയിട്ട് ലേശം വേപ്പും പിണ്ണാക്കിടാം. വേണ്ട, അതായത് വേപ്പും പിണ്ണാക്കാം. ഒരളക്കിലിട്ടച്ചതേന് ഞാൻ ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കഷ്ണം ചെയ്യുന്നു, കുറച്ച് മതി നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കേട് വരാതെ പിടിച്ചിട്ടാൻ വേണ്ടി. ഇതാ ഇത് എല്ലുപൊടി, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകമൊന്നുമില്ല കേട്ടോ, ചാണകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വെള്ളം അവിടെ പച്ചയിലിട്ട് വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മതിയാവും. നമുക്ക് ഈ മണ്ണ് എല്ലാം കൂടെ ഈ പാത്രത്തിൽ കണ്ടിട്ട് വെക്കുക. ഇത് കാണുന്നുണ്ടാവില്ല, അതാ ഞാൻ ഈ വേസ്റ്റൊക്കെ എല്ലാം ഇട്ട് വെച്ച്. ഇതേണ്ട മണലും മണ്ണും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണും മണലും എല്ലുപൊടിയും പിന്നെന്താണ് വേപ്പിൻ പിണ്ണാക്കും കലർത്തി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് നറുക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് വടക്കട്ടെ. ഇതാ ഈ ഒരു കവറെടുത്ത് ഞാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയില നറുക്കാം. ഇത് വാഴൻ്റെ ഉണങ്ങിയതുണ്ട്, വാഴൻ്റെ ഇല ഉണങ്ങിയതുണ്ട്, പിന്നെ പ്ലാവിൻ്റെ ഇല ഉണ്ട്, പിന്നെന്താ ഉള്ളത്, എല്ലാ ഇലയുണ്ട്, റംബൂട്ടാൻ്റെ ഇല ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ അടുത്തൊരു വേസ്റ്റ് ഒന്നും കൊണ്ടുപോയിടാൻ സ്ഥലമില്ലെങ്കിൽ ഒരു ചാക്കിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പച്ചക്കറി ഉണ്ടാക്കുക. നമ്മളെ തക്കാളി നിങ്ങൾ കണ്ടു വെച്ച് ഇഷ്ടം പോലെ ഓരോ കൂട്ടം 10-15 ഉള്ളതുണ്ട് കേട്ടോ. ഞാനിതുപോലെ ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറിയും കൂടി, ഇത് പച്ചക്കറി തന്നെ കേട്ടോ. അത് തക്കാളി, അതല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ച് കുറച്ച് തക്കാളിയും
പച്ചമുളകും എല്ലാ കൂട്ടും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞ്. അപ്പോൾ കുറച്ച് വേസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. ഇതുണ്ടോ, ഇത് വത്തക്കൻ്റെ പഴത്തൊലി, ചീരൻ്റെ തണ്ട് ഒക്കെ ഉണ്ട് ഇതിൽ. എല്ലാം ഈ ബാഗൊക്കെയാണ്ട് നിറച്ചാണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. കിഴങ്ങിൻ്റെ തൊലിയുണ്ട്. നമ്മളിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറേ പച്ചക്കറി വേസ്റ്റും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കണ്ട് എടുക്കുക. കുറച്ച് അതും ഇട്ട് ഇനി കുറച്ചും കൂടി കരിയിലിടാം നമുക്ക്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കേട്ടോ കാണിച്ചു തരുന്നത്. കുറേ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സമയം വരും. ഞാനിപ്പോൾ ഇതുപോലെ തക്കാളി ഒരെണ്ണം നടുന്നുണ്ട്, പച്ചമുളകും നടുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുണ്ടാക്കിയൊക്കെ വിജയിക്കട്ടെ. ഇനി നമ്മൾ ഈ മണ്ണിൽ എല്ലാം കൂടി കൂട്ടി കലർത്തിയ മണ്ണ് ഇപ്പിടാം. മണലുണ്ട്, മണ്ണുണ്ട്. മണൽ ചകിരിച്ചോറില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടാട്ടോ, വേഗം വേരോട്ടം കിട്ടിക്കോട്ടെ വെച്ചിട്ട്. എന്താ അങ്ങനെ ഉണ്ട് അമർത്തി. ഇങ്ങനെ ഞാൻ ആ തക്കാളി നട്ട്. ഇഷ്ടം പോലെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ചാനലിൽ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കയറി. അപ്പോൾ അതാ ഇതിപ്പോൾ നിറച്ചില്ലേ, ഇതിപ്പോൾ ഒന്നായി. കുറച്ചും കൂടി മണ്ണ് ഈ തൈ നടണ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾ കാണുന്നില്ലല്ലേ, ഇത് ലേശം കൂടിയും ക്യാമറ ബാക്കൊക്കെ വെക്കട്ടെ. കുറച്ച് സാധാ മണ്ണും കൂടി ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതണ്ട ഒന്നും കൂട്ടാത്ത. ഇനി നമുക്ക് ഇതണ്ടോ, കണ്ടോ പച്ചമുളകിൻ്റെ തൈ ഇതാണ്ട് വെച്ചാൽ മതി. ഇത് ഞാൻ 2 എണ്ണം എടുത്തിട്ടാട്ടോ വെക്കണത്, 1 അല്ല 2 എണ്ണം. പച്ചമുളക് നടുമ്പോൾ 2 എണ്ണം വെക്കാം. കണ്ടോ, അത് കാണുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കണേ ഞാൻ. ഇതിലിങ്ങനെ പിടിപ്പിച്ച് അമർത്തി അവിടെ വെക്കുക. ഇനി ഇതൊക്കെ ചീഞ്ഞ് വളമായി. നമ്മളെ ഈ പച്ചമുളകിനൊന്നും ഒരു കേടും പറ്റൂല. നമ്മൾ അടിവളമൊക്കെ ഇട്ട് കൊടുത്തല്ലോ. ഇതുപോലെ നിങ്ങൾ തക്കാളി തൈയും എല്ലാ തൈയും നടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. നല്ല കായ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് കുറേ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇതിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിലൊന്നും ഉണ്ടാക്കണ്ട, നമ്മളെ നിലത്ത് പാകിയാൽ മതി മണ്ണിൽ. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ വളമൊക്കെ ഇതിലിട്ട് കൊടുക്കുക നമ്മൾ. നശിപ്പിക്കല്ല, അതിൻ്റെ വള ഇതിൻ്റെ ചോട്ടിക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം വഴുതനങ്ങയും ഒക്കെ നട്ട് കൊടുക്കണേ. വേണ്ടോ, ഇത് വഴുതനൊക്കെ ഇതുപോലെ നട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും. ഇനി തക്കാളി ഉണ്ട്, കാണിച്ചു തന്നില്ലേ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഞാൻ അടുത്തതൊന്നും നടുന്നത് കാണിക്കണില്ല. ഇനി ഇതിലേക്ക് ലേശം വെള്ളം കുടയണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചിട്ട് കുറച്ച് തണലത്ത് അവിടെ വെച്ചാൽ മതി. ഇതൊന്ന് പിടിക്കണ വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിൽ കൊള്ളുന്നിടത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നമ്മളെ വിജയിപ്പിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.